പിണറായി വന്നപ്പോൾ വീട് കിട്ടി ഞമ്മക്കൊരു നല്ല വീട്. ചായ കൃഷ്ണന് നോക്ക് അടുപ്പത്തെ വെച്ചോളൂ കൃഷ്ണ. പിന്നെ ഇവിടെ ഒക്കെ അങ്ങ് വൃത്തിയാക്കി ടൈലിന്റെ പണിക്കാർ ഇന്ന് അപ്പോൾ കുഞ്ഞിനാശാരി ഇന്ന് തന്നെ വന്ന് ഇതിന്റെ പോള വെക്കണം. കാരണം എന്താന്നറിയോ, പണി പൂർത്തീകരിച്ച് ടൈലിൽ വെച്ച് പണി പൂർത്തീകരിച്ചാല് നമുക്ക് മനസ്സമാധാനം. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെയും വന്ന വീടിന്റെ അവസാനത്തെ ഗഡു വാങ്ങണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നിർബന്ധിക്കുക. ഇങ്ങനത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, നമ്മളോട് ഇങ്ങോട്ട് നിർബന്ധിക്കുക. ഇങ്ങനത്തെ വീടിന്റെ പണി പൂർത്തീകരിക്കാത്ത 3 പേർക്ക് പയാലൂടാണ് നമ്മുടെ പഞ്ചായത്തിന്റെ. അപ്പൊ ഞാൻ എന്തായാലും കുഞ്ഞീശ്വരാചാര്യനെ നോക്കിയിട്ട് വേണ്ട ആ ടൈലിന്റെ പണിക്കാരൻ കുമാരനെ നോക്കണം. ഇനി എല്ലാം എന്തായാലും ഇതൊന്ന് ചെയ്യും കേട്ടോ. വേഗം വരാം. പറഞ്ഞിട്ടുണ്ട്. ഓ എല്ലാ കാര്യങ്ങളും. ഒരു മിനിറ്റ് പിന്നെ ഇതാര് ഇങ്ങോട്ട് പോന്ന്? അല്ല പോക്കറെ, ഇങ്ങോട്ടാ പോകുന്നത്? ഞാൻ അന്റെ വീട്ടിലേക്ക് വരാൻ നോക്കുകയായിരുന്നു. എന്താ? അല്ല, നിനക്ക് വീട് കിട്ടിക്കില്ല എന്നാണല്ലോ നാട്ടുകാരൊക്കെ പറയുന്നത്. വീട് കിട്ടിയില്ലെന്നോ? ഞമ്മക്കോ? ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ഈ നുണയും പറഞ്ഞ് നടക്കരുത് കേട്ടോ. നിങ്ങളൊരു കുറ്റപത്രം ഇറക്കിന്ന് പറയുന്ന കേട്ടു. പേരാമ്പ്ര പഞ്ചായത്തിൽ ലൈഫിന്റെ വീട് ആർക്കും കൊടുക്കുന്നില്ല. ഓഹോ, കുറ്റപത്രമൊക്കെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വികസനം ഈ പേരാമ്പ്ര പഞ്ചായത്ത് നടക്കണ്ടേ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറ്റപത്രം ഇറക്കിയത്. മനസ്സിലായോ? ഈറ്റാ നുണയും പറഞ്ഞ് നടക്കരുത്. നമ്മളെ വീടിൻ്റെ പണി, നമുക്ക് ലൈഫിൽ വീട് കിട്ടി, വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഇനി ടൈല് വെക്കണം, വാതുപോളയും വെക്കണം. നമ്മളിപ്പോൾ ഇറങ്ങിയ എന്തിനാണെന്നറിയോ? വാതുപോള വെക്കെ കുഞ്ഞേശ്വനാശാരിനെ നോക്കി ഇറങ്ങിയതാണ്. പിന്നെ ടൈലിൻ്റെ പണിക്കാരൻ കുമാരനെ നോക്കണം. അങ്ങ് പണിക്കാറുണ്ട്, അറിയോ? എന്നിട്ട് ഇളക്കുന്നു. എന്തെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? പേരാമ്പ്ര പഞ്ചായത്തിൽ ഒരുവിധം പാവപ്പെട്ടവർക്കെല്ലാം വീട് കിട്ടിക്കഴിഞ്ഞു, എഗ്രിമെൻ്റ് വെച്ചും കഴിഞ്ഞു. ഇനി എഗ്രിമെൻ്റ് വെച്ചവർക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവസം വരിക വീട്ടിൽ, എന്താ പണി പൂർത്തീകരിക്കാത്തതെന്ന് ചോദിച്ചു. മനസ്സിലായോ? 6.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ വീട് കൊടുത്ത് ഈ സർക്കാർ, LDF സർക്കാർ. നിങ്ങൾ ഈ നുണയും പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്നുണ്ട. ഒരു 10-25 കൊല്ലം മുമ്പ് നമ്മൾ തീരദേശ മേഖലയിലൊന്ന് സഞ്ചരിച്ചല്ലോ കേരളത്തിൽ. എല്ലാം ഓലക്കുടിലായിരുന്നു. ഇപ്പം എന്താന്ന് ഫ്ലാറ്റല്ലേ, ഫ്ലാറ്റ് കൊടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുപ്പാകുമോ തട്ടിപ്പും പറഞ്ഞ് നടന്നാലൊന്നും നടക്കുകയില്ല കേട്ടോ. ഇന്നലെ അങ്ങേ ഉമ്മാക്ക് പെൻഷൻ കിട്ടി. മനസ്സിലായോ? പെൻഷൻ കിട്ടി 3600, 2000 ഉറുപ്പ്യ ഇപ്പം ആക്കി. പെൻഷൻ എന്ത് പറഞ്ഞാലും ഈ പെൻഷൻ എന്ന് പറയുന്നത് നാട്ടുകാർക്ക് മുഴുവൻ ഇങ്ങനെ പെൻഷൻ കൊടുത്ത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളെ ഇപ്പം പണിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല അല്ലേ? ബാക്കിയുള്ള ആളുകളാണ് തൊഴിലുറപ്പിനും പോകുന്നു. ഇപ്പം വല്ലാത്തൊരു കഷ്ടമല്ലേ ഇത്? പൊതുഖജനാവിനെ മുടിക്കുക എന്നല്ലേ പറയുന്നത്? ഇപ്പൊ പറഞ്ഞത് കേട്ടു, സ്ത്രീകൾക്കും കൊടുക്കുന്നത്ര വീട്ടമ്മമാർക്കും പെൻഷൻ കൊടുക്കുന്നത്. എന്താണിത് കഥ? വീട്ടിൽ ആണുങ്ങൾക്കൊരു വിലയില്ലാതാക്കിയില്ലേ? മാത്രമല്ല, പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ കുട്ടികളെല്ലാം ഇത് ദുരുപയോഗപ്പെടുത്തില്ലേ? ഇല്ലേ? ഇതൊക്കെ ആലോചിക്കണ്ടേ? ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണമല്ലേ കൊടുക്കുന്നത്? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങൾ ഏതായാലും ഈ പ്രാവശ്യം ജയിക്കും, അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഈ പെൻഷനും ഈ മാതിരി പരിപാടികളൊക്കെ ഞങ്ങൾ നിർത്തിത്തരും. മനസ്സിലായില്ലേ? നിങ്ങൾ ഇതിനെ മക്കാറാക്കിക്കോ. നിങ്ങളെ ഇല്ലാണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ കാഴ്ച വെള്ളം അങ്ങനെ മറച്ചാണ് കേട്ടോ. എന്താ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിർത്തലാക്കുന്നു? ഇത് നിർത്തലാക്കുന്നതാകൂല. ഈ കേരളത്തിലെ പാവങ്ങൾ നിൽക്കുന്നത്, അവർ ജീവിക്കുന്നത് ഈ സർക്കാർ ചേർത്ത് പിടിക്കുന്നുണ്ടാണ്. മനസ്സിലായോ? ഈ കേരളം സ്വർഗമല്ലേന്ന്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ട് ഇങ്ങനെ? ഇന്ത്യ പാർട്ടി കുറേ കാലം ഭരിച്ചല്ലോ. ഇപ്പം കുറേ കാലമായി BJP-ക്കാരും ഭരിക്കുന്നുണ്ടല്ലോ. രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ്, ഈ സംസ്ഥാനത്തൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും സ്ഥിതി അറിയോ? 80% വരുന്ന സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും 3 മണിക്ക് ഉണരുകയാടോ. എന്തിനാണെന്നറിയോ? ആരും വരുന്നില്ലേക്കല്ലോ. ഒന്ന് തൂറുകയാണാടോ, എങ്ങനെയെങ്കിലും ഒന്ന് തൂറുകയെ. എന്നിട്ട് വികസനം പറയുന്നത് കേരളം സ്വർഗമല്ലടോ, സ്വർഗം. നമ്മളെ വീട്ടിലടക്കം 2 കക്കൂസാണ് ഇപ്പം പനി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിയോ?
നിങ്ങളൊക്കെ കൂടുതൽ പറയാൻ നമ്മളങ്ങ് പുരയിൽ വരും. അതിനെത്തണം. നമുക്ക് പണിക്കാരെ നോക്കി പോകേണ്ടിയുണ്ട്, തിരക്കുണ്ട്. നിങ്ങളെ കത്തി കേൾക്കാൻ നേരെയില്ല കേട്ടിക്കല്ലേ. നമ്മളെ വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതിന് നിങ്ങൾ അങ്ങ് നമ്മളെ വീട്ടിലിട്ട് വന്നിട്ട് ഒലിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. LDF എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഹൃദയപക്ഷം കേട്ടിക്കോ. ആ ഒരേ കൂടുതലൊക്കെ മോശമൊന്നാക്കി എല്ലാവരും വന്നി MLA വന്നിട്ട് 5 ദിവസം വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എത്ര ആളാ ഈ തെരഞ്ഞെടുപ്പിന് നമ്മളെ മുന്നണിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? പല സ്ഥലത്തും ആളുകൾ മനസ്സിലാക്കി വരുന്നില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയാലോ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇടത് മുന്നണിയിലേക്ക് ഇങ്ങനെ ആളുകൾ വിജയിക്കും. ഇത്തരത്തിലെടുപ്പിന് ഉറപ്പാണ് നമ്മൾ വന്നിട്ട് ഒരു ലക്ഷം ജയിക്കും. ഇനി ഇപ്പം എൻ്റെ കണ്ണട ഇങ്ങെടുക്ക്, ആ പേപ്പർ ഒന്ന് വായിക്കട്ടെ. കുറേ കാര്യങ്ങളുണ്ട്. ജമാഅത്ത് ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം. UDF അണികൾക്കും എതിർപ്പുണ്ട് കേട്ടോ. അത് ശരിയല്ലേ? ജമാഅത്ത് ഇസ്ലാമി വെറും വർഗീയ കക്ഷിയല്ലേ? UDF വലിയ പ്രശ്നം കേട്ടോ. കോൺഗ്രസ്സുകാരൊക്കെ അങ്കലാപ്പില. ഇതെന്തായാലും ഇങ്ങോട്ട് വന്ന് എന്റെ പോക്കറെ ഇടക്കൊന്നും തോന്നരുത്. കൂടെ എനിക്ക് വരാനായിക്കില്ല. അതാ നമ്മക്കറിയാലോ നിങ്ങൾക്ക് തിരക്കുള്ള മനുഷ്യരെ. എന്താ എന്നോട് പറയാ? ഇനി പറഞ്ഞതൊക്കെ നേരാണോ? ഞാനേ വീട്ടിലെത്തി എന്റെ പെണ്ണുങ്ങളായിട്ടൊന്ന് സംസാരിച്ചപ്പോ ഓളും പറയാ ഇനി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. സത്യം ഇപ്പം എന്താന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാളെപ്പോലുള്ള ചില ആളുകൾക്ക് അതൊന്നും ഒരിക്കലും ബോധ്യപ്പെടുകയില്ല. അപ്പം പോക്കറെ ഇനി പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ ഒപ്പരാടോ മനസ്സുകൊണ്ട്. ഇപ്പൊ ബോധ്യല്ലേ? നിങ്ങൾക്ക് ബോധ്യല്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അറിയോ, ഇവിടെ ഇപ്പൊ ഒരേ കൂടുതൽ കഴിയാൻ കാരണം, നമ്മളിപ്പോൾ ഒരു കുടിലുണ്ടാക്കി കൂടാൻ കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ്. അതെല്ലാവർക്കും ബോധ്യമുണ്ട്. പേരാമ്പ്ര പഞ്ചായത്തിൽ ഒരുപാട് പാവങ്ങൾക്ക് അല്പം വീട് കിട്ടി. അത് നമുക്ക് തുടരണമെങ്കിൽ നിങ്ങളും നമ്മളും കൂടെ നിൽക്കണം. ഓക്കറെ നീ പറഞ്ഞതാണ് എൻ്റെ ശരി. ഇന്നലെ എനിക്കും എൻ്റെ അമ്മയ്ക്കും പെൻഷൻ കിട്ടിയടോ. അതുകൊണ്ട് പല കാര്യവും നടത്താനായി. ആശ്വാസമായടോ. പിണറായി വന്നപ്പോൾ പെൻഷൻ കിട്ടി, കിട്ടാക്കനിയായ പെൻഷൻ കിട്ടി. പിണറായി വന്നപ്പോൾ പെൻഷൻ കിട്ടി, കിട്ടാക്കനിയായ പെൻഷൻ കിട്ടി. കുടിശ്ശിക തീർത്ത് ഫുൾ പെൻഷൻ കിട്ടി, 2000 ഉയർത്തി കിട്ടി. ഭവനങ്ങളില്ലാത്ത പാവങ്ങൾക്ക് ലക്ഷക്കണക്കിന് വീട് നൽകി. LDF-നെയും ഈ നാട്ടിൽ വേണം. LDF-നായൊരു വോട്ടു ചെയ്യൂ. LDF-നെയും ഈ നാട്ടിൽ വേണം. LDF-നായൊരു വോട്ടു